കുടുംബശ്രീ ശാരദ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി വിഷ്ണുവിൻ്റെ റൂമിൽ കിടക്കുന്ന വിഷ്ണുവിൻ്റെ ഒരു ഇട്ട ജുബ്ബ ഉണ്ടായിരുന്നു. അതെടുത്ത് ദേഹത്തിട്ട് അതിട്ടിങ്ങനെ വിഷ്ണുവിൻ്റെ പഴയ ഓർമ്മകളിൽ സ്വയം മറന്ന് നിൽക്കുമായിരിക്കും. ഈ സമയം ടോയ്ലറ്റിൽ പോയ വിഷ്ണു തിരികെ ഇറങ്ങി വരുവാണ് കേട്ടോ. അന്നേരം കാണുന്നത് വിഷ്ണുവിൻ്റെ ജുബ്ബയും ഇട്ട് നിൽക്കുന്ന ശാലിനിയാണ്. അതുകണ്ട് വിഷ്ണു പണ്ട് ശാലിനി ഇതുപോലെ വിഷ്ണുവിൻ്റെ ഷർട്ടൊക്കെ ഇട്ട് വിഷ്ണുവിനെ കളിപ്പിച്ച സംഭവങ്ങളൊക്കെ ഓർത്ത് സന്തോഷത്തോടെ ശാലിനിയെ നോക്കി നിൽക്കുവാണ് കേട്ടോ. ഈ സമയം ശാലിനിയാണെങ്കിൽ ആകെ ചമ്മയ മട്ടിൽ വിഷ്ണുവിൻ്റെ മുഖത്ത് നോക്കാനാവാതെ നിൽക്കുക. അന്നേരം വിഷ്ണു ശാലിനിയുടെ അരികിലേക്ക് വന്നിട്ട് ചോദിക്കണേ, അല്ല ഇയാൾ കുടിക്കാൻ വേറെ ഡ്രസ്സൊന്നും ഇല്ലേ? അത് പിന്നെ ഞാൻ ഇവിടെ കണ്ടപ്പോൾ അങ്ങനെ പറഞ്ഞ് ശാലിനി അപ്പം തന്നെ ആ ഡ്രസ്സ് ഊരിയിട്ട് അവിടെ വെക്കുവാണ്. എന്നിട്ട് പോകാൻ തുടങ്ങുവാണ് കേട്ടോ ശാലിനി. അന്നേരം വിഷ്ണു ശാലിനിയോട് പറയണേ, ശാലിനി നിൽക്കും, താനിപ്പോഴും പഴയ കാര്യങ്ങളൊന്നും മറന്നിട്ടില്ലല്ലേ? എല്ലാം തൻ്റെ മനസ്സിൽ ഇന്നലെ കഴിഞ്ഞതുപോലെ ഉണ്ട്. അതെനിക്കറിയാം. നമ്മൾ അവസാനമായിട്ട് കണ്ടത് എവിടെ വെച്ചാണെന്ന് താൻ ഓർക്കുന്നുണ്ടോ? ഒരഴിയുടെ ഇരുവശത്തുമായിട്ട്. അങ്ങനെ ശാലിനി വർഷങ്ങൾക്ക് മുമ്പ് ശാലിനി വിഷ്ണു നമ്മൾ അവസാനമായിട്ട് കണ്ട ആ ഒരു ദിവസത്തെ പറ്റി ഇങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് വിഷ്ണു ചോദിക്കണേ, അന്നത്തെ ആ ദിവസത്തിന് ശേഷം തൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത്? എന്താ നമുക്കിടയിൽ പറ്റിയത്? എങ്ങോട്ടാണ് താൻ ആരോടും പറയാതെ പോയത്? എനിക്കറിയാം എന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന ചില രഹസ്യങ്ങൾ തൻ്റെ ജീവിതത്തിലുണ്ടെന്ന്. അത് മറ്റാരുടെയോ നന്മയ്ക്ക് വേണ്ടിയാണ് താൻ മറച്ചു വെക്കുന്നതും. എന്താണെന്ന് ഇനിയെങ്കിലും ഒന്ന് താൻ തുറന്നു പറ. നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റണ്ടേ? ഈ സമയം ശാലിനിയാണെങ്കിൽ ഒന്നും പറയാതെ പോകാൻ തുടങ്ങുമായിരിക്കും. അന്നേരം വിഷ്ണു ശാലിനിയുടെ കൈ കയറി പിടിക്കണേ, ശാലിനി താൻ ഇങ്ങോട്ടേ പോകുന്നത്? താൻ ആദ്യം സത്യങ്ങൾ തുറന്നു പറ. ഇനി നമ്മൾ ഇവിടെ നിന്ന് പിരിഞ്ഞു പോയാൽ പിന്നീട് ഒരിക്കലും നമുക്കൊന്നിക്കാൻ പറ്റില്ല. ആ വേർപാട് നമുക്ക് താങ്ങാനാവില്ല. അതാ ഞാൻ തന്നോട് ചോദിക്കുന്നത്. താൻ പറയാതെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ രഹസ്യങ്ങൾ ഇനിയെങ്കിലും ഒന്ന് തുറന്നു പറ. അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന ഈ ഒരു സമയത്തായിരിക്കും കേട്ടോ കാർത്തിക അങ്ങോട്ടേക്ക് വരുന്നത്. അങ്ങനെ കാർത്തിക വന്ന് വാതിലിൻ്റെ അവിടെ നിൽക്കുവാണ്. അപ്പോൾ ഈ ഒരു കാഴ്ച ശാലിനിയും വിഷ്ണുവും കാണുന്നുണ്ട്. അന്നേരം ശാലിനി വിഷ്ണുവിനോട് പറയണേ, വിഷ്ണുട്ടൻ പറഞ്ഞില്ലേ നമ്മൾ അവസാനമായിട്ട് കണ്ടത് ഒരു അഴിയുടെ ഇരുവശത്തും വെച്ചാണെന്ന്. ഇപ്പോഴും ആ അഴി നമ്മുടെ ഇടയിൽ തന്നെയുണ്ട്. അത് ജീവനുള്ളതാണെന്ന് മാത്രം. നമ്മളെ തമ്മിൽ ഒരിക്കലും അടുപ്പിക്കാതിരിക്കാൻ സത്യാമ്മയുടെ കൂട്ടും ആ അഴിക്കുണ്ട്. അങ്ങനെ പറഞ്ഞ് ശാലിനി റൂമിന് പുറത്തേക്ക് പോകുകയാണ്. ഈ സമയം വിഷ്ണു ആണെങ്കിൽ ശാലിനി പറഞ്ഞ വാക്കുകളൊക്കെ ഓർത്ത് സങ്കടപ്പെട്ട് അവിടെ ഇരിക്കുവാണ് കേട്ടോ. ഇത് കാണുന്ന കാർത്തിക മനസ്സിൽ പറയണേ, വിഷ്ണുവേട്ട മരണത്തിൽ നിന്ന് നമ്മൾ രണ്ടാളും വന്നത് ജീവിതത്തിലേക്കാണ്. അത് മതശ്രീ പറഞ്ഞതുപോലെ നമ്മൾ രണ്ടാളും ഒരുമിച്ച് ജീവിക്കാനായിരിക്കും ദൈവവിധി. അങ്ങനെയാണെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ. പിന്നീട് കാണിക്കുന്നത് പൊന്നി റൂം അടിച്ച് വൃത്തിയാക്കാനെന്ന വ്യാജേന കാർത്തികയുടെ റൂമിലെത്തുവാണ്. അങ്ങനെ അലമാര തുറന്ന് കാർത്തികയുടെ ബാഗൊക്കെ എടുത്ത് പരിശോധിച്ചുകൊണ്ടിരിക്കുമായിരിക്കും കേട്ടോ. അങ്ങനെ കാർത്തികയുടെ ബാഗ് തുറന്ന് ഓരോരോ സാധനങ്ങളും ഫയലൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം റൂമിലേക്ക് വരുന്ന കാർത്തിക പൊന്നിയെ കൈയോട് പിടികൂടുവാണ് കേട്ടോ. ഡി പൊന്നി, നീ എന്താ ഡി ചെയ്യുന്നത്? എന്താ ആരുമില്ലാത്ത തക്കം നോക്കി മോഷ്ടിക്കാനാണോ ഈ റൂമിൽ കയറിയത്? അന്നേരം പൊന്നു പറഞ്ഞേ, എൻ്റെ ഈശ്വര എന്തൊക്കെയാണ് പറയുന്നത്? ഞാനിതൊക്കെ അലക്ഷ്യമായിട്ട് കിടക്കുന്ന കണ്ടപ്പോൾ ഒന്ന് അടുക്കി പറക്കി വെക്കാലോ എന്ന് വിചാരിച്ചാ. അന്നേരം കാർത്തിക പറയണേ, ദേ മുഖത്ത് നോക്കി കള്ളം പറഞ്ഞാലുണ്ടല്ലോ എൻ്റെ സ്വഭാവം മാറും. അലമാര തുറന്ന് നീ അല്ലേ ഇതൊക്കെ പുറത്തേക്ക് എടുത്തിട്ടത്? സത്യം പറ, എന്തിനാ നീ എൻ്റെ സാധനങ്ങളൊക്കെ പരിശോധിച്ചത്? ആരാ എന്നെ പരിശോധിക്കാനായിട്ട് നിന്നെ ഈ റൂമിലേക്ക് പറഞ്ഞയച്ചത്? മോശമായിരുന്നില്ലെന്ന് എൻ്റെ ഉദ്ദേശം. ഞാൻ സത്യാമ്മയോട് ഇപ്പം തന്നെ പറഞ്ഞു കൊടുക്കും. അന്നേരം പൊന്നു പറയണേ, ദേ നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്കങ്ങനെ ഈ വീട്ടിൽ നിന്ന് മോഷ്ടിക്കേണ്ട ഒരാവശ്യമില്ല. ഞാൻ വർഷങ്ങളായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നതാ. ഇതുവരെ ഇതുപോലൊരു ആരോപണം ആരും എന്നോട് പറഞ്ഞിട്ടില്ല. പിന്നെ മോഷ്ടിക്കാനല്ലെങ്കിൽ നീ എന്തിനാടി എൻ്റെ ബാഗും മറ്റൊക്കെ എടുത്ത് പരിശോധിച്ചത്? സത്യം പറ, ശ്യാമ പറഞ്ഞിട്ടില്ലേ നീ ഈ റൂം പരിശോധിക്കാൻ വന്നത്? ശ്യാമക്കുഞ്ഞോ? അവിടെ തകർന്നു നടക്കുന്ന ശ്യാമക്കുഞ്ഞ് പറഞ്ഞിട്ട് ഞാൻ എങ്ങനെ ഈ റൂം പരിശോധിക്കാൻ വരുന്നത്? നീ വെറുതെ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയല്ലേ. ഓ അങ്ങനെയാണോ? എങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഈ വിവരം സത്യാമ്മയോട് പറയാം. ഇതറിയുമ്പോൾ സത്യാമ്മ തന്നെ നീ വീട്ടിൽ നിന്ന് അടിച്ചിറക്കിക്കോളും. അങ്ങനെ പറഞ്ഞാൽ കാർത്തിക് പോകാൻ തുടങ്ങുക. അന്നേരം പൊന്നി കാർത്തിക് തടയണേ, അയ്യോ കാർത്തിക് ചതിക്കരുത്, സത്യാമ്മയോട് ഇതൊന്നും പറയരുത്. ഓ അത് ശരി, അപ്പം നിനക്ക് ഭയമുണ്ടല്ലേ? എങ്കിൽ നീ സത്യം പറ, നീ ആര് പറഞ്ഞിട്ട് ഈ റൂം പരിശോധിക്കാൻ വന്നത്? സത്യം പറ, ശ്യാമയല്ലേ നിന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്? അന്നേരം പൊന്നിയാണെങ്കിൽ ഒന്നും ഇടാതെ നിൽക്കുകയാണ് കേട്ടോ. ഈ സമയം കാർത്തിക പറയണേ, ശരി നീ പറയണ്ട, ഞാൻ അവളോട് തന്നെ ചോദിച്ചോളാം. എല്ലാത്തിൻ്റെയും കള്ളക്കളി ഇന്നത്തോടെ ഞാൻ അവസാനിപ്പിച്ച് തരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞ ദേഷ്യത്തിലെ കാർത്തിക ശ്യാമയുടെ റൂമിലേക്ക് ചെല്ലുവാണ് കേട്ടോ. ഇതേസമയം ശ്യാമയാണെങ്കിൽ റൂമിൽ പൊന്നി ചേച്ചി പോയിട്ട് കുറേ നേരമല്ലോ, എന്തേ ഇതുവരെ വരാത്തത്? ഇനി ആ കാർത്തിക എങ്ങാനും പിടിച്ചു കാണുമോ? അങ്ങനെയൊക്കെ ഓരോന്ന് ആലോചിച്ച് കിടക്കുമായിരിക്കും. അന്നേരം റൂമിലേക്ക് വന്ന കാർത്തിക വാതിലടക്കുവാണ്. എന്നിട്ട് നേരെ ശ്യാമയുടെ അരികിലേക്ക് ചെല്ലുക. എടി നീ അല്ലേ എടി ആ പൊന്നീനെ എൻ്റെ റൂം പരിശോധിക്കാനായിട്ട് പറഞ്ഞു വെച്ചത്? എനിക്ക് പണ്ടേ സംശയം ഉണ്ടായിരുന്നു നിൻ്റെ ഈ കിടപ്പും അസുഖമെല്ലാം ഒരു അഭിനയമാണെന്നും. ഇപ്പം എനിക്കത് ഉറപ്പായടി. അവൾക്ക് കുഞ്ഞേച്ചി എന്നുള്ള തിരുനാമം മാത്രമേ മൊഴിയാൻ പറ്റുള്ളൂ പോലും. നിന്റെ കളക്ടർ കുഞ്ഞേച്ചിനെ ഇങ്ങോട്ടേക്ക് പരവതാനി ഒഴിച്ച് സ്വീകരിക്കാൻ വേണ്ടിയല്ലേടി നീ ഈ നാടകമൊക്കെ കളിക്കുന്നത്? ഇന്നത്തോടെ നിന്റെ നാടകം ഞാൻ പൊളിച്ചെടുക്കുന്നുണ്ട്. സത്യാമ്മയുടെ മുമ്പിൽ കൈയോടെ തന്നെ നിന്നെ ഞാൻ പിടികൂടും. നിന്റെ കള്ളത്തരമെല്ലാം സത്യാമ്മക്ക് മുമ്പിൽ ഞാൻ തുറന്ന് കാണിക്കൂടിയും. അതോടെ നീ നിന്റെ കുഞ്ഞേച്ചിയും പിക്ചറിൽ നിന്ന് ഔട്ടാവും.
ശാലിനിയും വിഷ്ണുവിനെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ച നിന്റെ ജീവിതം തകർന്ന് കുട്ടിച്ചോറാകാൻ പോകുവാടി. മര്യാദക്ക് സത്യം പറയടി. പറയാൻ നിന്റെ അഭിനയം നിർത്തി സംസാരിക്കടി എന്നൊക്കെ പറഞ്ഞ് ഷാമയുടെ കൊങ്ങയിലിങ്ങനെ നെക്കി പിടിക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും കേട്ടോ കാർത്തിക അവിടെ ഇരിക്കുന്ന ഒരു കത്തി കാണുന്നത്. അങ്ങനെ കാർത്തിക പോയി ആ കത്തി കയ്യിലെടുക്കുക. മര്യാദക്ക് സംസാരിക്കടി, സത്യം എന്താന്ന് പറ. നീ പറഞ്ഞിട്ടില്ലേ പൊന്നി എൻ്റെ റൂം പരിശോധിക്കാൻ വന്നതും. എന്നിട്ട് ആ കത്തിയെടുത്ത് ഷാമയുടെ കഴുത്തിന് നേരെ വെക്കുക. മര്യാദക്ക് സത്യം പറഞ്ഞോ. നിന്നോടല്ലേടി പറഞ്ഞത് പറയാൻ, അല്ലെങ്കിലുണ്ടല്ലോ ഈ കത്തി വെച്ച് നിന്റെ കഴുത്ത് ഞാൻ അറുത്ത് കൊല്ലും. പറയടി, ഇതെല്ലാം നിന്റെ നാടകമല്ലേ? ആര് പറഞ്ഞിട്ടാടി നീ നാടകം കളിക്കുന്നത്? നിന്നോടല്ലേ പറയാൻ പറഞ്ഞത്. അന്നേരം ഷാമയാണെങ്കിൽ കുഞ്ഞേച്ചി കുഞ്ഞേച്ചി എന്ന് തന്നെയുണ്ട് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതേക്കൊന്ന കാർത്തി കേൾക്കണേ. എന്താടി നിന്റെ കുഞ്ഞേച്ചി പറഞ്ഞിട്ടാണോ നീ നാടകം കളിക്കുന്നത്? പറയടി, നിന്നോടല്ലേ പറയാൻ. ഓ നീ പറയില്ലല്ലേ, നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് ആ കത്തി കൊണ്ട് ഷാമയെ കുത്താൻ വരുമായിരിക്കും കേട്ടോ കാർത്തിക. അന്നേരം പെട്ടെന്ന് തന്നെ കാർത്തികയുടെ കൈ തടഞ്ഞു പിടിക്കുകയാണ് ശാലിനി. ഈ സമയം ശാലിനിയെ കാണുന്നതും കാർത്തിക അങ്ങ് ഞെട്ടിപ്പോകുകയാണ്. പിന്നാലെ തന്നെ പൊന്നിയും അവിടെ എത്തുവാണ് കേട്ടോ. ശാലിനി ഞാൻ എന്ന് പറഞ്ഞ കാർത്തിക പറയാൻ തുടങ്ങുമ്പോഴേക്കും ശാലിനി കാർത്തികയുടെ കാരണത്തിട്ടൊന്ന് കൊടുക്കുക. നീ എൻ്റെ അനിയത്തേക്ക് നേരെ കയ്യോ മൂലയിടി, നിന്നെ ഇന്ന് ഞാൻ എന്ന് പറഞ്ഞ് വീണ്ടും ഒന്നും കൂടി കരണത്തിട്ട് പൊട്ടിക്കുവാണ്. എന്നിട്ട് കാർത്തികയുടെ മുടിയിൽ ഇങ്ങനെ കുത്തിപ്പിടിച്ച് നിൽക്കുവാണ് കേട്ടോ. ഈ സമയത്തായിരിക്കും സത്യഭാമ ഇതെല്ലാം കണ്ടുകൊണ്ട് റൂമിലേക്ക് വരുന്നത്. എടി ശാലിനി എന്തായി കാണിക്കുന്നത്, വിടടി അവളെ. അങ്ങനെ ഭാമ വരുന്നതും കാർത്തിക അങ്ങ് അഭിനയം തുടങ്ങുവാണ്. കാർത്തിക മുഖമൊക്കെ പൊത്തി ഭയങ്കര കരച്ചിലാ. അന്നേരം ഭാമ ചോദിക്കുക, മോളെ കാർത്തികേ എന്താ 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 ഇവിടെ നടക്കുന്നത്? നീ എന്തിനാ ഈ പാവത്തിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത്? അന്നേരം ശാലിനി ദേഷ്യത്തിൽ പറയണേ, എൻ്റെ അനിയത്തെ ഇവൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ട് നോക്കി നിൽക്കാനൊന്നും എന്നെ കൊണ്ടാവില്ല. ശ്യാമയെ കാർത്തിക് ഉപദ്രവിച്ചെന്നോ? അന്നേരം പൊന്നു പറയണേ, അതേ സത്യമേ, ഞാനും കണ്ടതാ. ഞാനിങ്ങോട്ട് വന്നപ്പോൾ ഈ കാർത്തിക ശ്യാമയെ കത്തിയെടുത്ത് കൊല്ലാൻ നോക്കുമായിരുന്നു. അതുകൊണ്ട് ഭാമ തന്നെ ഞെട്ടിപ്പോകുവാണ് കേട്ടോ. ഈ സമയം കാർത്തിക പറഞ്ഞേ, അയ്യോ പച്ചക്കള്ളോ പറയുന്നത്, ഞാൻ എന്തിനാ ശ്യാമയെ കൊല്ലാൻ നോക്കുന്നത്? അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ തളർന്നു കിടക്കുന്ന ശ്യാമയെ കത്തിക്കൊണ്ട് ആരെങ്കിലും കൊല്ലാൻ നോക്കുമോ? അവളെ എനിക്ക് ഇല്ലാതാക്കണം എന്നാണ് ഉദ്ദേശമെങ്കിൽ അവളുടെ കഴുത്തിന് നെക്കിപ്പിടിച്ചോ തലയണ കൊണ്ട് മുഖം പൊത്തിയോ അങ്ങനെ വല്ലതും കൊന്നാൽ പോരെ? വെറുതെ കത്തിക്കൊണ്ട് കുത്തിക്കൊന്ന് ഞാൻ തന്നെ ജയിലിൽ പോയി കിടക്കേണ്ട അവസ്ഥ ഉണ്ടാക്കുമോ? അതൊക്കെ കേൾക്കുന്നതും ഭാമ ചോദിക്കണേ, ഓ അത് ശരി, അപ്പോൾ ഓരോ അവസ്ഥയിലുള്ളവരെയും എങ്ങനെ ഇല്ലാതാക്കണമെന്നൊക്കെ നിനക്ക് നല്ലപോലെ അറിയാലോ. അന്നേരം കാർത്തിക് പറഞ്ഞേ, അത് പിന്നെ സത്യമേ, ഞാൻ കള്ളം പറയുമ്പോൾ ഒരു ലോജിക്കോടെയൊക്കെ പറയണ്ടേ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞതാ. സത്യമായിട്ടും ഞാനൊന്നും ചെയ്തിട്ടില്ല. അല്ല കാർത്തികേ, നീ എന്തിനാ ഇപ്പോൾ ഷാമയുടെ റൂമിൽ വന്നത്? അത് പിന്നെ സത്യാമേ, അതെനിക്ക് പറയാനുണ്ട്. ഈ പൊന്നിയുണ്ടല്ലോ, ഞാനില്ലാത്ത തക്കത്തിന് ശ്യാമ പറഞ്ഞതനുസരിച്ച് എൻ്റെ റൂമിൽ കയറി സാധനങ്ങളൊക്കെ പരിശോധിച്ചു. സത്യമാണോ പൊന്നി എന്ന് ഭാമ ചോദിക്കുക. ഈ സമയം ഇതെല്ലാം കേട്ട് വിഷ്ണു അവിടെ എത്തുന്നുണ്ടാവും. അന്നേരം പൊന്നി പറഞ്ഞേ, അയ്യോ ഇല്ല സത്യാമേ, അയ്യോ എന്തൊരു കള്ളു ഈ കുഞ്ഞ് പറയുന്നത്. ശ്യാമക്കുഞ്ഞ് വയ്യാതെ കിടക്കുമല്ലേ, ആകെ കുഞ്ഞിച്ചി കുഞ്ഞിച്ചി എന്ന് മാത്രമേ വാ തുറന്നാ പറയുള്ളൂ. അങ്ങനെയുള്ള ശ്യാമക്കുഞ്ഞ് പറഞ്ഞെന്ന് കാർത്തികയുടെ റൂം പരിശോധിക്കാൻ. എന്തൊരു കള്ളു ഈ പറയുന്നത്, ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല സത്യാമേ. അന്നേരം ഭാമ ചോദിക്കണേ, അല്ലെങ്കിൽ തന്നെ കാർത്തികേ, പൊന്നി എന്തിനാ നിന്റെ സാധനങ്ങളൊക്കെ പരിശോധിക്കുന്നത്? അല്ല അഥവാ ഇനി പരിശോധിച്ചാൽ തന്നെ എന്താ കുഴപ്പം? ഇവളെ നിന്റെ എന്തെങ്കിലും സാധനങ്ങൾ മോഷ്ടിക്കുന്നത് നിനക്ക് തോന്നുന്നുണ്ടോ? അന്നേരം കാർത്തിക് പറഞ്ഞേ, അല്ല ഇവളുടെയൊക്കെ ഉദ്ദേശം എൻ്റെ അഡ്രസ്സ് അറിയാനാ, അത് കണ്ടുപിടിക്കാനായിരിക്കും എൻ്റെ ബാഗ് പരിശോധിച്ചത്. അന്നേരം ഭാമ ചോദിക്കണേ, അഡ്രസ്സോ? അതിന് നീ അനാഥാലയത്തിലല്ല വളർന്നത്, അവിടുത്തെ അഡ്രസ്സ് കണ്ടുപിടിച്ചെന്ന് വെച്ച് എന്താ കുഴപ്പം? അന്നേരം കാർത്തികയാണെങ്കിൽ ഇനിയിപ്പോൾ എന്ത് പറയും, ആകെ പെട്ടല്ലോ എന്നുള്ള മട്ടിൽ നിൽക്കുവാണ് കേട്ടോ. ഈ സമയം വിഷ്ണു പറഞ്ഞേ, ഓ ഇവളെല്ലാം കൊളോക്കും. എന്നിട്ട് വിഷ്ണു പറഞ്ഞേ, അത് പിന്നെ അമ്മേ, കാർത്തികയുടെ ബാഗിലെ കാർത്തികയുടെ അമ്മയുടെ ഓർമ്മയ്ക്കായുള്ള എന്തോ മാലയോ മറ്റോ ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ആരെങ്കിലും എടുത്ത് അത് കൈമോശം വന്ന് പോകണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാ. എന്നെ കൊണ്ടുപോലും അതൊന്നും എടുപ്പിക്കാറില്ല കാർത്തിക, അതത്രക്ക് അമൂല്യമായ നിധിയായിട്ടാണ് കാർത്തിക സൂക്ഷിക്കുന്നത്. അന്നേരം ഭാമ പറയണേ, ഓ അങ്ങനെയാണോ, മോള് വിഷമിക്കണ്ട, അങ്ങനെ ഒരു കാര്യമുള്ളതായിട്ട് ഞങ്ങൾക്കറിയില്ലല്ലോ. പൊന്നി എന്താണെങ്കിലും നീ ഇനി കാർത്തികയുടെ സാധനങ്ങളൊന്നും എടുക്കാൻ നിൽക്കണ്ട. അയ്യോ അല്ല സത്യമേ, ഞാൻ ഇതുവരെ എടുത്തിട്ടില്ല. എടുത്തിട്ടില്ലായിരിക്കാം, എന്നാലും ഇനിയും കാർത്തികയുടെ ബാഗിലോ മറ്റു സാധനങ്ങളോ ഒന്നും എടുക്കണ്ട. മോളുടെ അമ്മയുടെ ഓർമ്മക്കായിട്ടുള്ള എല്ലാ സാധനങ്ങളും മോള് തന്നെ സൂക്ഷിച്ചു വെച്ചോ. ഈ സമയം കാർത്തിക പറഞ്ഞേ, അല്ല സത്യാമ്മേ, അപ്പോൾ ശാലിനി എന്നെ തല്ലിയ കാര്യമോ? അന്നേരം ഭാമ പറയണേ, അത് നീ ശ്യാമയെ ഉപദ്രവിച്ചതുകൊണ്ടല്ലേ. അങ്ങനെ ഭാമ പറയുന്ന ആ ഒരു കാര്യം കേട്ടിട്ട് വിഷ്ണു ആകെ അന്തം വിട്ടു നിൽക്കുക. എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്? കാർത്തിക ശ്യാമയെ ഉപദ്രവിച്ചു എന്നറിഞ്ഞിട്ട് വിഷ്ണുവിന് അത് വിശ്വസിക്കാനാവുന്നില്ല കേട്ടോ. വിഷ്ണുവിനും കാർത്തികയുടെ കാര്യത്തിൽ എന്തോ ചില സംശയങ്ങളൊക്കെ തോന്നുവാണ്. അങ്ങനെ സംശയത്തോടെ കാർത്തികയെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന വിഷ്ണുവിനെ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. അപ്പോൾ ഈ ഒരു റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്